എൻ്റെ പേര് നിതിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവയർനെസ്സിനെ പറ്റിയാണ്, അഥവാ മലയാളത്തിൽ ബോധം എന്നൊക്കെ പറയാം. ഇവൻ എന്തിനാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓബിയസ്ലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവയർനെസ് ആക്ച്വലി എൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ ഒരു 12th സ്റ്റാൻഡേർഡ് കോളേജ് ടൈമിലെല്ലാം ഒട്ടും അവയർനെസ് ഇല്ലാത്ത, ഒട്ടും ബോധമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. അതെൻ്റെ ലൈഫിൽ ഒരുപാട് ട്രാജഡീസും ഒരുപാട് ആൻസൈറ്റീസും ഒക്കെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബേസിക്കലി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം, ഇവന് ബോധമില്ലാത്തൊരു കുട്ടിയാണെന്ന് പറയുമ്പോൾ മന്ദബുദ്ധിയായിരുന്നു എന്നൊരു ചിന്തിക്കുന്നവരുണ്ട്. അതിനെ പറ്റിയല്ല പറയുന്നത്. ബീയിങ് കോൺഷ്യസ് എന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. എനിക്കിത് അതിനെപ്പറ്റി ഒരു ഐഡിയ ആദ്യമായിട്ട് കിട്ടുന്ന എനിക്ക് തോന്നുന്നു ഞാൻ ഓഷോയുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ വീഡിയോസൊക്കെ കാണുമ്പോഴായിരുന്നു. പിന്നീട് രമണ മഹർഷി തുടങ്ങി, ജിത്തു കൃഷ്ണമൂർത്തി തുടങ്ങി ഒരുപാട് പേരുടെ ലൈഫൊക്കെ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത് ഈ അവയർനെസ്സിനെ പറ്റി എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അവയർനെസ് എന്ന് എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ടോട്ടലി അറിയാമോ എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ആങ്സൈറ്റി മാറ്റാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ ബോധം എന്താണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്താണ്, അവയർനെസ് എന്താണ്, ഇത്തരം കാര്യങ്ങളെ പറ്റി പലർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഈ എക്കാറ്റോളെ പോലെ അല്ലെങ്കിൽ ജിതു കൃഷ്ണമൂർത്തിയെ പോലെ ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവയർനെസ് എന്നും കോൺഷ്യസ്നെസ് എന്നും പല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ഓരോ സംസാരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മലയാള മീനിങ് എന്താണ്, ഇവർ ശരിക്കും മീൻ ചെയ്യുന്നതിൻ്റെ ഉൾ മീനിങ് എന്താണെന്ന് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ടെന്ന് എനിക്കറിയാം. കാണുന്നവരാണെങ്കിൽ ആലോചിക്കും, ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയ വ്യക്തിയാണോ ഞാനെന്ന് ചോദിച്ചാൽ അല്ല. ഇത് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ചെയ്യാൻ പറ്റുന്ന കാര്യം സിമ്പിളാണ്. യു ക്യാൻ ബി അവെയർ, അഥവാ ബോധത്തോടുകൂടി ഇരിക്കാൻ പറ്റും. പണ്ടൊരു വീഡിയോ ഓഷോ പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, എനിക്ക് ഈ കൈ ഇങ്ങനെ ചുമ്മാ വീശാൻ പറ്റും. അതുപോലെ തന്നെ ഈ കൈ വളരെ കോൺഷ്യസ് ആയി എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഈ കൈ മൂവ് ചെയ്യുമ്പോൾ ഞാൻ കൈ മൂവ് ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് അവയർനെസ്. ശരിക്കും പറഞ്ഞാൽ സിംപിളി ദാറ്റ്സ് അവയർനെസ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി, ഇവിടെ ഇരുന്ന് ഞാൻ നിന്നോട് സംസാരിക്കുന്ന തൊട്ട് തുടങ്ങി കഴിക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും, എന്തിന് ടു ബി ഫ്രാങ്ക് ബാത്റൂമിൽ പോകുന്ന സമയം പോലും ബോധത്തോടു കൂടി ഇരുന്നാൽ, കോൺഷ്യസ് ആയിരുന്നാൽ, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നമ്മുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ തേനും പാലും ഒഴുകി പെട്ടെന്ന് ദിവസം രാവിലെ ഒരുപാട് മിറാക്കിൾസ് ഒക്കെ സംഭവിച്ച് ലൈഫൊക്കെ മാറി മറിഞ്ഞ് സ്വർഗം വരുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു സുഖം ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അതായത് നമ്മൾക്ക് സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിരിക്കാം, കള്ളു കുടിക്കുന്നവരുണ്ടായിരിക്കാം, ഫുഡിൽ കംഫർട്ട് കാണുന്നവരുണ്ട്, ഷുഗർ, ചോക്ലേറ്റ്, മെനി തിങ്സ്. പക്ഷേ ഇതൊന്നുമില്ലാതെ വെറുതെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമ്പോൾ, അതായത് വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സുഖം നമുക്ക് കിട്ടും. അതെന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജസ്റ്റ് ട്രൈ ഇറ്റ്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമോ ആവട്ടെ, നിങ്ങളൊരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ആ സിഗരറ്റ് ആ പാക്കറ്റിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ ചുണ്ടിലേക്ക് വെച്ച് ലൈറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാൽ തന്നെയും ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്താണെന്ന് വെച്ചാൽ ഞാൻ സിഗരറ്റ് വലിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എന്ത് കാര്യമാവാം. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്ത് കാര്യമാണോ കോൺഷ്യസ് ആയി ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും കോൺഷ്യസ് ആവുന്നതും അവയർനെസ് ആവുന്നതും ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നതിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ബീങ് അവെയർ. ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ ഫാൻ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ശ്രദ്ധ, അവിടെ ഫാനുണ്ട്, അവിടെ ഫാനുണ്ടെന്ന് ഇങ്ങനെ ഞാൻ കൂർത്ത് നോക്കുകയോ ശരീരമൊക്കെ ഇങ്ങനെ ബലം പിടിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് അവിടെ ഫാൻ കറങ്ങുന്നത് കേൾക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്ന എന്ത് കാര്യത്തെ പറ്റിയും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കൈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ കൈ മൂവ് ചെയ്യണമെന്നുള്ള കാര്യം. അയ്യോ ഈ കൈ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കാനല്ല പറയുന്നത്, ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പം കൈയാണ് മൂവിങ് ആണ് സംഭവിക്കുന്നത് എന്നൊന്നും നമ്മൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ കൈ മൂവ് ചെയ്യുന്നതിനെ പറ്റി ഒരു ശ്രദ്ധ, ഈ ഒരു പ്രോസസ്സ്, ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി അതെന്ത് തന്നെ ആവട്ടെ, അതിനെ നെയിം ചെയ്യേണ്ട കാര്യമില്ല, അതിനെപ്പറ്റി അറിഞ്ഞാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എനിക്കൊന്ന് കുട്ടിക്കാലം മുതൽ ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരു കുട്ടിയാണ്.
അത് എന്നെ അടുത്തറിയുന്നവർക്ക് പോലും അറിയാമെന്ന് എനിക്കറിയില്ല. ഞാനത് വളരെ ഹൈഡ് ചെയ്തിരുന്നു. കാരണം ലൈക്ക് ബീയിങ് എ മാൻ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായി ജനിക്കുമ്പോഴും ജീവിക്കുമ്പോഴും നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, എന്താണ് പറയാൻ പാടില്ല ആരോടും നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന്. അങ്ങനെ വിശ്വസിച്ച് വളർന്ന ആളാണ് ഞാൻ. സോ ബേസിക്കലി എനിക്കൊരു, അല്ലെങ്കിലും അങ്ങനെ വിശ്വസിച്ച് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എനിക്കറിയില്ല. മിക്കവാർക്കും എനിക്കൊന്ന് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകും. നമുക്കൊരു വീക്ക്നെസ് ഉള്ളത് മറ്റുള്ളവർ അറിയുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് അത്. പക്ഷേ ഇത് ഈ ഉള്ളിൽ ഈ സപ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഭയങ്കര സിവിയർ ആങ്സൈറ്റി. എനിക്കൊന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ എനിക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയമൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ ഈ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എനിവേ ദ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാര്യങ്ങൾ അവെയറോടുകൂടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊരു ചെറിയ ശ്രദ്ധ, ഞാൻ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കാതെ ഇപ്പം എൻ്റെ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കാൻ നോക്കിയപ്പോൾ തന്നെ എൻ്റെ ലൈഫ് എൻ്റയർലി മാറി. എനിക്ക് ആങ്സൈറ്റി ഇല്ലാതെ കംപ്ലീറ്റ്ലി മാറി. ഞാൻ റോബോട്ട് പോലെ ആയെന്നല്ല പറയുന്നത്. ബേസിക് ആങ്സൈറ്റി എനിക്കുണ്ട്, അനാവശ്യമായ ആങ്സൈറ്റി ഇല്ല. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞാനും ആലോചിക്കും, ചിലപ്പോൾ ജയിക്കുമോ പൊട്ടോ, ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റിയല്ല പറയുന്നത്. അനാവശ്യം മൾട്ടിപ്പിൾ ആയിട്ട് ലൂപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓസിഡിക്കായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആങ്സൈറ്റി ഇല്ലാതായതിനെ പറ്റിയാണ് പറയുന്നത്. അതും ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചെന്നല്ല. ഞാൻ ഒരുപാട് സ്റ്റേജസിലൂടെ കടന്നുപോയി. ഇപ്പോഴും കംപ്ലീറ്റ്ലി പുറത്തു പോകുന്ന ആളുമല്ല. പക്ഷെ ദ മോർ യു ആർ അവെയർ, ദ മോർ ഡീപ്പനിങ് വിൽ ഹാപ്പൻ. നിങ്ങൾ കൂടുതൽ അവെയർ ആകുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഈ അവെയർനെസ്സിനെ ഡീപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന എൻ്റെ അവെയർനെസ് അല്ല എനിക്ക് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ഉള്ളിൽ ഈ അവെയർനെസ് ഇങ്ങനെ ഡീപ്പൻ ചെയ്ത് വരികയാണ്. ഈ ചെറിയ ചെറിയ ശ്രദ്ധകൾ പല കാര്യത്തിലും നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യത്തിലെങ്കിലും കൊടുത്താൽ മതി, ഒരു നേരം ചെയ്യുന്ന ഒരു കാര്യത്തിൽ കൊടുത്താൽ മതി, അത് കൊടുക്കുമ്പോൾ പയ്യെ അവെയർനെസ് ബിൽഡാവും. അതായത് ഒരു ചെറിയ ശ്രദ്ധ, ഒരു എഫേർട്ടും ഇല്ലാത്ത ശ്രദ്ധയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ആ ശ്രദ്ധ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ പയ്യെ അവെയർനെസ് ഡീപ്പൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു എഫേർട്ടോ ഒരു അനാലിസിസോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയും കാലമായിട്ട് ശ്രദ്ധിക്കാത്തതും കാണാത്തതുമായ പല കാര്യങ്ങളും നമ്മൾ കാണാൻ തുടങ്ങും. പിന്നെ ലൈക്ക് ദർ ആർ സംതിങ് ഐ കാണ്ട് എക്സ്പ്ലെയിൻ. ലൈക്ക് ഇപ്പം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മണ്ടത്തരമാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സ്യൂഡോ സയന്റിഫിക് ആയിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് ലൈഫിൽ നടന്നു പോയിട്ടുണ്ട്. ലൈഫിലൂടെ പലർക്കും സംഭവിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓഷോ, രമണ മഹർഷി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സെൽഫ് എൻക്വയറി ആയിരുന്നു രമണ മഹർഷിയുടെ മെയിൻ ടീച്ചിങ് എങ്കിൽ പോലും പുള്ളിയും അവയർനെസ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ചെയ്യുന്ന വർക്ക് തന്നെ മെഡിറ്റേഷനാക്കി മാറ്റുന്നതിനെ പറ്റി. അപ്പോൾ അവരൊക്കെ ഒരുപാട് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മേ ബി ദർ ഈസ് സം കൈൻഡ് ഓഫ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ ചിലപ്പോൾ എക്സ്പീരിയൻസ്, അതൊക്കെ ലൈക്ക് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഗെയിമാണ്. മൈൻഡിൽ എന്ത് സംഭവിക്കാം, നമ്മൾ കാണാത്ത കണ്ടെന്ന് വരാം. അതിനെപ്പറ്റിയൊന്നും എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഒരു ആധികാരികതയില്ല. പക്ഷേ ഈ ഒരു കാര്യത്തെ പറ്റി പറയാം. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ അവെയർനെസ്. എല്ലാവരും മൈൻഡ്ഫുൾനെസ്സിനെ ഭയങ്കര പൊക്കിയടിക്കുകയും അതൊരു എക്സസൈസ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡെയിലി ഒരു 10 മിനിറ്റ് പോയി ഇങ്ങനെ സ്റ്റഡി ആയിട്ടൊന്ന് നമ്മുടെ ബ്രീത്തിനെ പറ്റി മൈൻഡ്ഫുൾ ആവാം എന്നൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ലൈഫിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് അവെയർ ആയാൽ, ബേസിക്കലി ഒന്ന് മൈൻഡ്ഫുൾ ആയാൽ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നിങ്ങൾക്കും അങ്ങനെ മഹത്തായ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവട്ടെ ലൈഫിൽ. ഓഷോ പറഞ്ഞത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്, നമ്മൾ അവെയർനെസ് ഡീപ്പൻ ചെയ്ത് ഓൾവേസ് ഒരു ഓർഗാസ്മിക് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തുമെന്നാണ് പറയുന്നത്. ബുദ്ധനും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി അവെയർ ആയി കഴിയുമ്പോൾ എഫേർട്ട്ലെസ് അവെയർനെസ് സംഭവിക്കും. അതായത് ഈ ശ്രദ്ധയ്ക്ക് നമ്മളൊരു ചെറിയ എഫേർട്ട് ഇടുന്നുണ്ട്. ഭയങ്കര ആക്ടിവിറ്റി ഒന്നും എടുക്കണ്ടെങ്കിലും ഇപ്പം ഞാൻ കോൺഷ്യസ് ആയിട്ട് തീരുമാനിക്കണം ഈ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാമെന്ന്. അത് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യത്തിലും നമ്മൾ കോൺഷ്യസ് ആവുകയും അവെയർ ആവുകയും ചെയ്യും. ഒരു എഫേർട്ടും ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുകയാണ്. ഭയങ്കര മനോഹരമായി സംഭവിക്കുകയാണ്. ഇപ്പം ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു ഭയങ്കര സുഖം കിട്ടുന്ന, ഒരു എഫേർട്ടും ഇല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ റിലാക്സ് ആയിരിക്കുന്നു, പക്ഷെ ലൈഫിലെല്ലാം നടക്കുന്നു. ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റിൽ എത്തുന്നതിനെ പറ്റിയൊക്കെ പലരും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കാം. എന്തായാലും അത്തരം വലിയ വാഗ്ദാനങ്ങളും തന്ന് ഞാൻ നിങ്ങളാരെയും പറ്റിക്കുന്നില്ല. ബേസിക്കലി ഇഫ് യു ഫൈൻഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഇൻ ദിസ്, ഐ ഹോപ്പ് യു ക്യാൻ ഓൾസോ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ജസ്റ്റ് ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്.
ഒന്ന് ബോധത്തോടുകൂടി ഇരിക്കുന്നതോടുകൂടി. പിന്നെ ആരൊക്കെയോ മഹാന്മാർ പറഞ്ഞ പോലെ ശുദ്ധമായ ബോധത്തിലേക്ക് എത്താൻ എനിക്കും താങ്കൾക്കും ഒക്കെ സാധിക്കട്ടെ. താങ്ക് യു.